ഹലോ ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര സങ്കടം വരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷായിക്കായാണെങ്കിൽ ഇത് ദുബായിക്ക് പോവാണ്. അപ്പോൾ ഞാനും കുഞ്ഞാവപ്പെണ്ണും ഷായിക്കായി കൂടി ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവപ്പെണ്ണിനോടാണെങ്കിൽ ഷായിക്ക ഭയങ്കര വിഷമത്തിൽ യാത്രയൊക്കെ പറയുകയാണ്. അമ്പുതു പോയിട്ട് വരാട്ടോ, വരുമ്പോ കിരിക്കോട്ട് വരാട്ടോ, കാറ് വെച്ചോണ്ട് വരാട്ടോ, പാവപ്പെണ്ണിനെ വെച്ചോണ്ട് കേട്ടോ കൂട്ടിന്. അത് ചന്തിയിട്ട് ഞാൻ കൊണ്ടോട്ടെ നിന്നെ ചഞ്ചിയിലിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവപ്പെണ്ണിനോട് ഷായിക്ക യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലാണുള്ള ഇനി ഇക്കാടെ വീട്ടിൽ പോയി പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം വന്നാൽ. അപ്പോൾ ആ സമയത്ത് ഞാനും കുഞ്ഞാവപ്പെണ്ണൊക്കെ റെഡിയായി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞാവപ്പെണ്ണിനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ടാറ്റ പോണ സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാവപ്പെണ്ണ. പക്ഷേ ഇച്ചിരി ഗൗരവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും കുഞ്ഞാവപ്പെണ്ണും റെഡിയായി. ഷായിക്കായാണെങ്കിലും നമ്മുടെ പെൺപിളിച്ചിറ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനും കുഞ്ഞാവപ്പെണ്ണും ഇക്കായും പിന്നെ ഇത്തായും ഹസ്ബൻഡൊക്കെ കൂടിയിട്ടാണ് ഇക്കായെ യാത്രയാക്കാനായിട്ട് പോണത്. അപ്പോൾ ഞങ്ങളാണെങ്കിലും അങ്ങനെ വണ്ടിയിൽ കയറി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് ഫുൾ ഹാപ്പിയാണ്. ദുബായ് കാണാൻ പോകും. ദുബായ് പോണേൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ദുബായ് കാണാൻ. അപ്പോൾ ആണെങ്കിലും മൊത്തത്തിൽ സങ്കടമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. 20 ദിവസത്തെ ലീവിന് ഇക്ക വന്നു. പക്ഷേ 10 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 1 മാസം നമ്മുടെ ലീവ് ഒപ്പിച്ചിട്ട് ഇക്ക അങ്ങ് പോവാണ് കേട്ടോ. സങ്കടം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സന്തോഷിച്ച് നിൽക്കണം എന്നല്ല പറയണത്. അപ്പോൾ ആ കാണുന്ന പാവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എയർപോർട്ടിൻ്റെ അങ്ങനെ അടുത്തടുത്തടുത്ത് നമ്മൾ എത്താറായിരിക്കുകയാണ് ഗൈസ്. ഈ എത്തുന്ന ഓരോ നിമിഷം നമ്മുടെ ചങ്ങ് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസിയായവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒരു യാത്ര പറച്ചില്ല, ഇങ്ങനെ യാത്ര പറയാൻ പോകണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു കുറച്ച് സമയം കൂടെ കട കൂടെ കിട്ടൂലോ എന്നോർത്താണ് കേട്ടോ ഞാനിക്കാനെ യാത്രയാക്കാനായിട്ട് പോയത്. എന്ത് പറയാൻ, ഒത്തിരി സങ്കടം തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ. ഇറങ്ങണത് എവിടെ വന്നത്? സൈഡിൽ വന്ന് ഡൊമസ്റ്റിക് ഉണ്ട്. അപ്പം എല്ലാവരോടും ഹാപ്പി ആയിട്ടാണ് ഞാൻ പോണത്. ഇനി ഇവിടെ കിടന്ന് സീൻ വേണ്ട അല്ലളിയാ ഏട്ടാ. ഇപ്പേ ഈ വീട്ടിൽ പോയിരുന്നിട്ട് ഇതന്നെ പോണ സ്ഥലത്ത് ആരും ഇല്ലേ? ഞാൻ മാത്രമല്ലോ. എന്നാൽ തിരിച്ചാലോ? അങ്ങനെയൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണെങ്കിൽ ദുബായിക്ക് അങ്ങനെ പോവാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ആ സമയത്ത് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും പിടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അത് മൊത്തത്തിൽ സാഡായിരുന്നു, പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഭയങ്കര സങ്കടം തോന്നിയ നിമിഷങ്ങൾ. എന്ത് പറയാനാ, പ്രവാസിയായി പോയില്ലേ, ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞാവപ്പെണ്ണിനെയൊക്കെ കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. കുഞ്ഞാവപ്പെണ്ണാണെങ്കിൽ വണ്ടിയിലിരുന്ന് മൊത്തത്തിൽ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ പെണ്ണാണെങ്കിൽ ആളാകെ ഹാപ്പി ആയിട്ട് അവക്കടെ തൊട്ടി കിടന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വാപ്പി പോയതൊന്നും കുഞ്ഞാവപ്പെണ്ണ് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, യാത്രകളെന്ന് മനോഹരങ്ങളാണ്. പക്ഷേ ചില യാത്ര പറച്ചിലുകൾ മാത്രമാണ് കണ്ണിനെ എപ്പോഴും ഉയർന്നെണീക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷായിക്കാട് വണ്ടിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടുള്ളത്. പ്രവാസിയായിട്ടുള്ള ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.